ഇപ്പൊ കേരളത്തിന്റെ പൊതുവിലുള്ള രീതികൾ നോക്കുമ്പോൾ, അതായത് പുതിയ തലമുറ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ ഇത് ആ രീതിയിലേക്ക്, അതായത് മദ്യവും മയക്കുമരുന്നും ഇവിടുത്തെ യുവതയെ അല്ലെങ്കിൽ യുവജനങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. ഇന്നിപ്പോ കഴിഞ്ഞ രാത്രിയിലെ വിഷുവിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടായിരിക്കാം ചിലപ്പോൾ മദ്യപിക്കാനായി ബാറിലെത്തിയ രണ്ട് സംഘം, സുമനോടൊപ്പം രണ്ടുപേരുണ്ടായിരുന്നു. മറ്റേ അച്ചുവും പിന്നെ എന്ന് പറയുന്ന ഒരു പ്രതിയും അതുപോലെ തന്നെ അയാളുടെ സഹോദരനും അവിടെ എത്തിച്ചേർന്നു. അപ്പോ ഈ വിഴിഞ്ഞം മുക്കോല NH സൈഡിലുള്ള ഫോർട്ട് പാലസ് ബാറാണ്. അവിടെ ഈ രീതിയിലുള്ള സംഭവങ്ങൾ മുമ്പും വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത് വളരെ മനസാക്ഷിയെ വിറങ്ങലിക്കുന്ന രീതിയിലുള്ള മർദ്ദനമാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ബാർ അടച്ചു. 12 മണിക്കാണ് ഇപ്പൊ ബാർ അടയ്ക്കുന്നത്. ബാർ 12 മണി വരെ, രാത്രി 12 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞ് ബാർ അടച്ചതിന് ശേഷം അവര് രണ്ട് സംഘമായിട്ട് പുറത്തിറങ്ങി റോഡിലാണ് വെച്ച് മർദ്ദനം ഉണ്ടാവുന്നത്. ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അപ്പം ഇതില് അച്ചു എന്ന് പറയുന്ന ആള് അയാളുടെ സഹോദരൻ അനന്തുവിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ബാറിനുള്ളിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണ്. അപ്പോൾ കണ്ടുപിട്ടിയതാണോ എന്നോ അതിന് മുൻ വിരോധമുണ്ടോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിക്രൂരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കരുനാഗപ്പള്ളിയിൽ ഇപ്പൊ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ക്യാമറയിൽ പകർത്തി അത് അപ്പൊ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് അയക്കുക എന്നുള്ള ഒരു ട്രെൻഡ് കൂടിയുണ്ട്. ഇതെല്ലാം ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. കാരണം നിയമത്തെയോ നിയമ സംവിധാനങ്ങളെയോ ഭയമില്ലാത്ത ഒരു പുതുതലമുറ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഒരാളെ കൊലപ്പെടുത്തുന്നതിനകത്ത് ഒരു മനസാക്ഷിയുടെ ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ അതൊരു തെറ്റാണെന്ന് കരുതുന്നില്ല. അതുപോലെ തന്നെ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് വർഷങ്ങളോളം ജയിലിൽ പോകുന്നതും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇതെല്ലാം കൊണ്ട് നോക്കുമ്പം ഇതെല്ലാം ഈ മയക്കുമരുന്ന്, ജയിലിലെ റിലാക്സേഷന്, പിന്നെ നിയമത്തിന്റെ ശക്തമല്ലാത്ത നടപടിക്രമങ്ങൾ, അതിനെ ഭയമില്ലായ്മ, ഇതങ്ങനെ നിയമത്തെ പേടിക്കുന്ന രീതിയിലുള്ള ഒരു തലമുറ അല്ല പുതിയത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആഘോഷങ്ങൾ അതിരി വിട്ട് ഇങ്ങനെ കൊലപാതകങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് എന്താണ് ഈ തലമുറ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. പോലീസിന്റെ മാത്രം നടപടി അല്ലെ, പോലീസ് ഇപ്പൊ തന്നെയാണെങ്കിലും പോലീസ് അവിടെ വന്നു, അയാള് പരിക്കേറ്റ് അവിടെ കിടക്കുന്നതറിഞ്ഞു വന്നു, വണ്ടി ഇടിച്ചും വണ്ടി അപകടമാണോ എന്ന് സംശയിച്ച് അവർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു കൊലപാതകമായിരുന്നു എന്നുള്ളത്. മുഖത്തൊക്കെ വളരെ ക്രൂരമായിട്ട് ചവിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മരണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. അതിപ്പം നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പൊതു ഇടത്തിൽ കാണത്തക്ക രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അത് പുറത്തു വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് എങ്ങോട്ടാണ് ഈ തലമുറ പോകുന്നത്? എങ്ങനെയാണ് ഈ നിയമത്തെയും അല്ലെങ്കിൽ ഒന്നിനെയും ഭയമില്ലാത്ത, അല്ലെങ്കിൽ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ലഹരിയിൽ തന്നെ ആയിരിക്കാം അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് അതിന്റെ ഗൗരവ സ്വഭാവം അറിയാത്തതായിരിക്കാം. എന്താണെങ്കിലും ഇത് സിനിമകളും മറ്റുമൊക്കെ ഇതിന് പ്രേരകമാവുന്നുണ്ട്. സമൂഹത്തിലെ പല ഘടകങ്ങളും ഇതിനെ കൂടുതൽ ആക്കുവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിലേക്ക് എത്തിക്കാനായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതൊരു വളരെ അപായ സൂചന നൽകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പം നമ്മുടെ കേരള സമൂഹത്തിൽ ഉള്ളത്. അപ്പം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. ഈ രീതിയിലുള്ള ആളുകൾ, ഇവർക്ക് മുന്നേ കേസുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് മുൻ വിരോധമുണ്ടോ, ഇതൊന്നും നമുക്കിപ്പം വിവരം കിട്ടുന്നില്ല. അപ്പൊ അതിനെയൊക്കെ സംബന്ധിച്ച് അന്വേഷിച്ച് പോലീസ് ഇതിന്റെ ഏതായാലും രണ്ടുപേരെയും ഇതിൽ ഉൾപ്പെട്ടവരെ പോലീസ് യഥാസമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഈ കേസിൽ ആശ്വാസമാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായതിന്റെ പേരിൽ മറ്റു കേസുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സമൂഹം അങ്ങനെ ആ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നതാണ് നമ്മൾ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ. അതാണ് പറയുവാനുള്ളത്. അതാണ്, ഈ ഒരു ബാറിൽ എന്തോ ഒരു വഴക്കു നടന്നു, അത് പുറത്തേക്ക് ഇറങ്ങിയിട്ടും അത് തീരുന്നില്ല. സഹോദരനെ വിളിച്ചു വരുത്തുന്നു, എങ്ങനെയെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രകടനമൊക്കെയാണ് അത് കാണുന്നത്. അത് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ തെളിവ് ഉൾപ്പെടെയാണ് നമുക്ക് തരുന്നത്. കൃത്യമായി തന്നെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഒരാൾ നിന്ന് ഒരു വീഡിയോ എടുക്കുകയാണിത്, കൃത്യമായി തന്നെ ചിത്രീകരിക്കുന്നുണ്ട് ആരാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അതിനുശേഷവും ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഇത് സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ഒന്നും ഇല്ല. അതെല്ലാം കഴിയുന്നു. ഇങ്ങോട്ട് നമ്മളെ വിഷമിപ്പിച്ചതിനുള്ള ഒരു തിരിച്ചടി കൊടുത്തതിന്റെ ഒരു സംതൃപ്തിയിൽ അവർ മടങ്ങി പോവുകയാണ്. അല്ല, അത് ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാല് വീറും വാശിയും അതുപോലെ തന്നെ പ്രതികാരവും അല്ലെ ക്രൂരതയും എല്ലാം ഒരു മനുഷ്യനിൽ ഒരുപാട് കൂടും. സാധാരണ നിലയിലുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അയാള്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മദ്യത്തിന്റെ ലഹരിയിലാണ് എന്നുള്ള
ഇതിൽ അമിതമായ ധൈര്യം കൊടുക്കുന്നുണ്ട് മദ്യം. അങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വിട്ടുവീഴ്ചയ്ക്ക് ഒരു തയ്യാറുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അയാൾ രണ്ടു വഴിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നവരാണ്. അതിന് ആ സമയത്താണ് അയാളുടെ സഹോദരനെ വിളിച്ചു വരുത്തിയിട്ട് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് അവരുടെ ആ മാനസികാവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. അവര് മദ്യം മാത്രമാണോ അതോ മദ്യത്തോടൊപ്പം മയക്കുമരുന്ന് മുമ്പേ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് ആ രീതിയിൽ നടക്കുന്നവർ. അവർ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇവരിനിയിപ്പോ ഇവിടെ നിന്ന് ഈ ബാറിൽ നിന്ന് ഇറങ്ങി അവർ എവിടെയാ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോകുന്ന വഴി ആരും ആയിട്ട് ഏറ്റുമുട്ടുമെന്ന് പറയാനൊക്കില്ല. അങ്ങനെയുള്ള ആ ഏറ്റുമുട്ടുന്നിടത്ത് ആരെങ്കിലും സാധാരണക്കാരനാണ് വരുന്നതെങ്കിലും അയാളും അതിനകത്ത് പെട്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതായ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പൊ നിലവിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.